ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഞാൻ കായമഠം അഭിലാഷ് നാരായണൻ, സൃഷ്ടി ഫൗണ്ടേഷൻ്റെ ചെയർമാനാണ്. ഭാഗവത സപ്താഹ ആചാര്യൻ എന്ന നിലയിലും പ്രവർത്തിച്ചു വരും. കർക്കിടക മാസം രാമായണ ചിന്തകൾ കൊണ്ട് മുഖരിതമായ മാസമാണ്. ഒരു കാലഘട്ടത്തിൽ പഞ്ഞമാസം എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പുണ്യപ്രദമായ മാസത്തിലേക്കുള്ള പരിവർത്തനത്തിലാണ് നമ്മളെല്ലാവരും. രാമായണം കൊണ്ട് നിറയുന്ന കർക്കിടക മാസം ഭക്തിയുടെയും രാമചിന്തയുടെയും ധർമ്മബോധത്തിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും ഒക്കെ മാസമായിട്ടാണ് ഇന്ന് ആചരിക്കപ്പെടുന്നത്. ഇവിടെ രാമനിലൂടെ ധർമ്മബോധത്തെ പകർന്നു നൽകി ജീവിതത്തെ മൂല്യവത്താക്കി മാറ്റുവാൻ ഉള്ള മഹത്തായ ഒരു പ്രയത്നമാണ് രാമായണ മാസം കർക്കിടക മാസത്തിൽ ആചരിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ സാമൂഹികമായ പശ്ചാത്തലം നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ 1982 എറണാകുളത്ത് വെച്ച് നടന്ന ഒരു ഹിന്ദു മഹാസമാവേശിൽ ഒരു സംഗമത്തിൽ ആദരണീയനായ പി പരമേശ്വർജി, വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഡയറക്ടറുമൊക്കെ ആയിരുന്ന പി പരമേശ്വർജി, അദ്ദേഹം രാമായണ മാസമായി കർക്കിടക മാസത്തെ ആചരിക്കണമെന്ന് നൽകിയ ഒരു മഹത്തായ ആഹ്വാനത്തോടു കൂടിയിട്ടാണ് കേരളക്കര ഈ ഭാർഗവ ക്ഷേത്രം കർക്കിടക മാസത്തെ രാമായണ മാസമായി വളരെയധികം ഹൃദയത്തിലേറ്റിക്കൊണ്ട് ആചരിക്കുന്ന ഇന്ന് നാം കാണുന്ന ഒരു സാമൂഹിക പരിവർത്തന പ്രക്രിയയിലേക്ക് കടന്നു വന്നു. എന്നാൽ ഇവിടം മുതലാണോ രാമായണത്തിൻ്റെ പ്രസക്തി സമാരംഭിച്ചതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആ സേതു ഹിമാചലം ഭാരതം കന്യാകുമാരി മുതലങ്ങ് കൈലാസം വരെയും അതുപോലെ തന്നെ കച്ച് മുതൽ കാമരൂപം വരെയും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഭാരതത്തിൻ്റെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിനേക്കാൾ വിശാലമായി ചിന്തിച്ചാൽ സാംസ്കാരിക ഭാരതത്തിൻ്റെ, ഇന്നത്തെ ഭൂട്ടാനും നേപ്പാളും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അങ്ങനെ ഇന്തോനേഷ്യയും എല്ലാം ഉൾപ്പെടുന്ന ഒരു സാംസ്കാരികമായ ഭാരതത്തിൻ്റെ ആ ഭാരതീയ പാരമ്പര്യത്തിൽ വളരെ കൃത്യമായി ഉറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് രാമചിന്തകൾ എന്ന് പറയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷത്തോടുകൂടി ഇസ്ലാമിനെ രാഷ്ട്രമതമായി അംഗീകരിച്ച ഇന്തോനേഷ്യയിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും രാമകഥകളും രാമചിഹ്നങ്ങളും അവിടുത്തെ കലയും സാംസ്കാരിക പൈതൃകവുമായി അവിടുത്തെ പാരമ്പര്യവുമായി രാമായണത്തിനോട് ഇഴുകിച്ചേർന്നുകൊണ്ടാണ് ഇന്നത്തെ കാലത്തും അവിടുത്തെ ജനങ്ങൾ ജീവിച്ചു വരുന്നത്. അപ്രകാരമുള്ള ആ രാമചിന്തയുടെ സ്വാധീനം വളരെ വലുതാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ സന്ധ്യാനാമം എന്ന നിലയിൽ രാമസ്മരണ നമ്മൾ നടത്താറുണ്ട്. രാമ 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 ഭാഗ്യമാം മുകുന്ദ രാമ ഭാഗ്യമാം എന്ന് പറഞ്ഞുകൊണ്ട് മുകുന്ദപാദം ചേരുവാനുള്ള പ്രാർത്ഥന നമ്മൾ നടത്താറുണ്ട്. ആ സന്ധ്യനാമം നമ്മൾ ജപിക്കുന്നത് ഏതെങ്കിലും ഭരണ സംവിധാനത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമത്തെ അനുസരിച്ചിട്ടോ അല്ല. ആ സേതു ഹിമാചലം ഭാരതം മുഴുവൻ ജനങ്ങളും ഒരുപോലെ നമുക്ക് കാണാൻ സാധിക്കും. സന്ധ്യാനാമം ഭാഷകൾക്ക് വ്യത്യാസമുണ്ടാകും, പക്ഷേ ആ ഭാഷകൾക്കുള്ളിലൂടെ കടന്നു പോകുന്ന രാമൻ എന്ന സന്ദേശത്തിന്, രാമൻ എന്ന ധർമ്മബോധത്തിന്, ആ രാമൻ എന്ന ചൈതന്യ പ്രവാഹത്തിന് യാതൊരു വിധമായ വ്യത്യാസവുമില്ലാതെ ജനഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന ധർമ്മത്തിൻ്റെ സ്വരൂപനായിട്ടാണ് രാമനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്രകാരമുള്ള രാമനെയാണ് ഭാരതം മാതൃകയാക്കി ഉദാത്തമായ ഉത്തമ പുരുഷനായി മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ രാമായണത്തിലൂടെ ചിന്തിക്കുന്നത് പുണ്യത്തെ ലഭിക്കുവാനും മോക്ഷത്തെ ലഭിക്കുവാനും എന്നതിനും ഉപരിയായി ജീവിതത്തെ ശ്രേഷ്ഠമാക്കി മാറ്റാൻ സാധിക്കുന്ന, എപ്രകാരമാണോ നമ്മുടെ ജീവിതത്തിൽ നാം അറിയേണ്ട ധർമ്മചിന്തകൾ, ആ ധർമ്മബോധത്തെ നമുക്ക് പകർന്നു നൽകുന്ന കൃതി എന്ന നിലയിലാണ് നമ്മൾ രാമായണത്തെ വരവേൽക്കേണ്ടത്. ഇവിടെ ധർമ്മം എന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, സനാതന ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനമായ തത്വമാണ് ധർമ്മം എന്ന് പറയപ്പെടുന്നത്. ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ സംസ്കാരം നിലനിൽക്കുന്നത്, ഹിന്ദു ധർമ്മം പരിപോഷിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ അവതാരങ്ങളെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊരു ചോദ്യം അർജുനനിൽ നിന്ന് ഉയർന്നു വരുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ഗീതയിലൂടെ അതിന് മറുപടി നൽകുന്നുണ്ട്.
അദ്ദേഹം പറയുന്നു, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി എല്ലാ യുഗങ്ങളിലും ഞാൻ വന്ന് പിറന്നുകൊണ്ടിരിക്കും. ഇപ്പം ധർമ്മ പുനഃസ്ഥാപനമാണ് ഈശ്വരൻ്റെ കർത്തവ്യം. അത് മഹാദേവനാണെങ്കിലും ഭദ്രകാളിയാണെങ്കിലും അത് ശ്രീരാമചന്ദ്ര ഭഗവാനായിട്ടാണെങ്കിലും ശ്രീകൃഷ്ണനായിട്ടാണെങ്കിലും നരസിംഹമൂർത്തിയായിട്ടാണ്, ഇങ്ങനെയുള്ള എല്ലാ അവതാരങ്ങളും, വിഷ്ണുവിൻ്റെ അവതാരങ്ങളും എല്ലാ അവതാരങ്ങളും വന്നു ചേർന്നത് ഭഗവാന്റെ സാന്നിധ്യവും വന്നു ചേർന്നത് ധർമ്മത്തെ ഉയർത്താനാണ്. നമ്മുടെ ഋഷീശ്വരന്മാരുടെ പ്രയത്നം ധർമ്മത്തെ ഉയർത്താനാണ്. കാരണം ധർമ്മമാണ് നമ്മുടെ ജീവിതത്തെ കൃത്യമായി ചിട്ടപ്പെടുത്തി ധരിച്ച് നിലനിർത്തുന്നത്. ഈ പ്രപഞ്ചത്തെ തന്നെ ഭദ്രമായി ധരിച്ചു നിർത്തുന്നത് ധർമ്മമാണ്. അതുകൊണ്ടാണ് ധർമ്മത്തിന് ഗ്ലാനിർ വരുമ്പോൾ, നാശം വരുമ്പോൾ ധർമ്മക്ഷയത്തെ കടക്കുവാൻ ഭഗവാൻ അവതരിക്കുന്നു എന്ന സങ്കല്പം തന്നെ പറയപ്പെടുന്നത്. ആ ധർമ്മത്തെ നമ്മളിലേക്ക് പകരുവാൻ, ഇവിടെ ധർമ്മം എന്ന് പറയുമ്പോൾ സത്യത്തിൻ്റെ പ്രാക്ടിക്കലിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. സത്യം എന്നത് പരമമായ സത്യം, അതായത് ഈശ്വരൻ എന്ന അർത്ഥത്തിൽ നമ്മൾ എടുക്കുമ്പോൾ, വിവക്ഷിക്കപ്പെടുമ്പോൾ ആ പരമമായ ഈശ്വരനെ അറിയാൻ, പരമമായ സത്യത്തെ അറിയാനുള്ള ആ മാർഗമാണ് ധർമ്മം എന്ന് പറയപ്പെടുന്നത്. അപ്രകാരമുള്ള ധർമ്മത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് നമ്മളെ പൂർവികർ നമ്മളെ മുന്നിലേക്ക് വെച്ചത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അടുക്കും ചിട്ടയോടുകൂടിയ ജീവിത രീതിയും എന്തൊക്കെ ദുർഗുണങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടത് അതിനെക്കുറിച്ച് ചിന്തിപ്പിക്കുവാനും, നമ്മളിലുണ്ടാവേണ്ട സദ്ഗുണങ്ങളെക്കുറിച്ച് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുവാനും, അതുപോലെ തന്നെ ഒരു മനുഷ്യ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വിവിധ തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള അവസ്ഥകളിലും സമചിത്തതയോടെ, വിവേകത്തോടെ, വിജ്ഞാനപ്രദമായ ചിന്തയോടെ, വളരെ കൃത്യമായ നിലയിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കുവാൻ രാമൻ കാണിക്കുന്ന ആർജവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരു ശരിയായ മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് കാട്ടിത്തന്നുകൊണ്ട് നരനെ ദാനവനാക്കി മാറ്റുന്ന, മാനവനെ ദാനവനാക്കുന്ന, നരനെ നാരായണനാക്കുന്ന ജീവിത ആചരണ പദ്ധതിയുടെ പ്രതീകമാണ് ആദികവിയായ വാൽമീകി നമ്മുടെ മുന്നിലേക്ക് കാട്ടിത്തന്ന രാമായണം എന്നത്. അതിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. രാമായണം എന്നത് കേവലം ഒരു കഥാസ്വരൂപമല്ല. രാമായണവും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം തന്നെ നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ളത് പരമമായ അറിവിനെ പകർന്നു നൽകുവാനാണ്. അറിവിനെയാണ് ഈശ്വരനായി നമ്മൾ കാണുന്നത്. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത് തന്നെ അറിവിനെയാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. പരമമായ അറിവാണ് ഈശ്വരൻ എന്നതാണ്. അപ്പോൾ ചോദിക്കും, ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ അതെല്ലാം ജ്ഞാനത്തിൻ്റെ പ്രതീകങ്ങളാണ്. ആ ജ്ഞാനസ്വരൂപത്തിനെ അറിയാനുള്ള ഉപാധികളാണ് ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ തന്നെ എന്ന് നമുക്ക് വളരെ വ്യക്തമായി ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ പരമമായ ജ്ഞാനത്തെയാണ് ഇവിടെ പകർന്നു നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ ശ്രമിക്കുന്നത്. വേദജ്ഞാനത്തെയാണ്. വേദസാരമൂലം എന്നാണ് ഈ ഉപനിഷത്തിനെയും സാഹിത്യങ്ങളെയും അതുപോലെ തന്നെ ഇതിഹാസങ്ങളെയും ഒക്കെ പാടി പുകഴ്ത്തിയിട്ടുള്ളത്. രാമായണത്തിൽ തന്നെ പാടുന്ന വരികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. വാണിയിടുക നാരദം എന്നുടെ നാവുതന്മേൽ വാണി മാതേ വർണ്ണവിഗ്രഹേ വേദാത്മികേ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുത്തച്ഛൻ ആ രാമായണ തത്വത്തെ നമുക്ക് പകർന്നു തരുന്നത്. ആ നിലയിൽ പരമമായ ജ്ഞാനത്തെ നേടുവാനുള്ള, ധർമ്മത്തെ നേടുവാനുള്ള, ധർമ്മപന്ഥാവിലൂടെ സഞ്ചരിക്കുവാനുള്ള ഒരു ജീവിതത്തിൻ്റെ സമർപ്പണമാണ് ഈ രാമായണ ചിന്തയിലൂടെ എന്ന് മനസ്സിലാക്കി രാമചിന്തയെ അനുസന്ധാനം ചെയ്യാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് സൂചിപ്പിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങളും ശ്രദ്ധയോടുകൂടി കേൾക്കുവാനും അതുപോലെ തന്നെ ഇതിനെ ഫോളോ ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ, ലൈക്ക് ചെയ്യുവാനും, മറ്റുള്ളവരിലേക്ക് ഈ രാമസന്ദേശം എത്തിക്കുവാനും എല്ലാവരും പരിശ്രമിക്കണം. രാമായണത്തിലൂടെ, രാമനിലൂടെ നമ്മുടെ സമൂഹത്തെ ധാർമ്മിക ബോധത്തിലേക്ക് ഉയർത്തുവാനുള്ള ഈ ഒരു യാത്ര നമുക്ക്, ഈ ഒരു ശ്രീരാമകഥാ സാഗരം നമ്മുടെ മുന്നിൽ അനന്തമായ അറിവിൻ്റെ അക്ഷയഖനിയെ തുറന്നു കാട്ടുന്നതാണ്. അതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.